ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു മിനി വ്ളോഗ് എടുക്കാമെന്ന് കരുതി. ഇന്നത്തെ ദിവസത്തെ ചെറിയ 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 ഭാഗങ്ങൾ. സൗണ്ടിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് ചുമയൊക്കെ ആയിട്ട് 2-3 ദിവസമായിട്ട് ചുമയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. സ്കൂളുള്ള ദിവസമായതുകൊണ്ട് രാവിലെ തന്നെ ചോറ് വയ്ക്കലും കുളിക്കാൻ വെള്ളം വയ്ക്കലൊക്കെ ആ പരിപാടിയിലാണ്. എല്ലാവർക്കും കുളിക്കാൻ ചൂടുവെള്ളം. അപ്പോൾ ചോറ് വയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ വെള്ളം വയ്ക്കും. അപ്പോൾ അത് കുളിക്കാനും ഉപയോഗിക്കാമല്ലോ. പിന്നെ പുട്ടുണ്ടാക്കാമെന്ന് വെച്ചാൽ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടും പഴവും. പുട്ടിന് പൊടി ഇവിടെ പച്ചരി വാങ്ങിയിട്ട് അത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അല്ലാണ്ട് പൊൻകതിരൊക്കെ മേടിക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ മേടിക്കുള്ളൂ. ഞാനത് ആവി വന്നിട്ടുണ്ട്. ഇവിടെ പുട്ട് മോൾക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഇടയ്ക്ക് മാറി മാറി ഉണ്ടാക്കണമല്ലോ. അങ്ങനെ നല്ല ചൂട് പുട്ട്. ഇതിൻ്റെ ഇടയിൽ മോളെ എണീപ്പിക്കലും അവളുടെ സ്കൂളിൽ പോകാനുള്ള റെഡിയാക്കലൊക്കെ നടക്കുന്നുണ്ട്. അവളെ സ്കൂളിൽ വിട്ടിട്ട് വേണം. പിന്നെ കുറച്ച് പുറത്തോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 9:15 ആകുമ്പോഴേക്കും അവളുടെ വണ്ടി വരും. അത് കഴിഞ്ഞിട്ടേക്ക് ഞാനും വേഗം റെഡിയായി പുറത്തോട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. ബസ്സിനാണ് കേട്ടോ. വീടിന് തൊട്ട് മുമ്പിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, പോസ്റ്റായിട്ട് നിൽക്കുകയാണ് ബസ്. ഞങ്ങൾ കുറച്ച് നേരത്തെ അവിടെ പോയി നിന്നു. അപ്പോൾ ഇതാണ് പോണ വഴിക്കുള്ള കാഴ്ചയാണ് കേട്ടോ. വാഴത്തോട്ടമൊക്കെ കാണാം. 3-4 സ്ഥലത്ത് പോകാനുള്ള കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോ സ്ഥലത്തും പോയി ഇറങ്ങി. അങ്ങനെ പിന്നെ അനിയൻ്റെ കൊച്ചു കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വളയും മാല അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി. അപ്പോഴേക്കും ഉച്ചയായി കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കൽ കുറവാണ്. പിന്നെ ചില സമയത്തൊക്കെ കഴിക്കും. അങ്ങനെ ഫുഡ് വെറുതെ മെനു കാർഡൊക്കെ എടുത്ത് നോക്കി. എന്തൊക്കെ നോക്കിയാലേ ലാസ്റ്റ് ബിരിയാണി തന്നെ ഓർഡർ ചെയ്യാറുള്ളൂ. ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് കഴിച്ചു. തിരക്കൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ആ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ വന്നതിന് ശേഷം അത്യാവശ്യം തിരക്കൊക്കെ ആയിട്ടാണ് കട. ഞങ്ങൾ മിക്കപ്പോഴും കടയിലാണ് വരാറ്. അപ്പോൾ അവിടെ ഇരിക്കാനൊക്കെ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വന്ന് കൊച്ചും കൂടി ഉള്ളതുകൊണ്ട് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവൾ വാശിയും ബഹളമൊക്കെ കഴിയുന്ന സമയത്ത്. അങ്ങനെ തിരിച്ച് പോകാനുള്ള ബസ് കുറച്ച് വൈകും. അപ്പോൾ അതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങളപ്പോൾ നിന്ന്. അങ്ങനെ ഫുഡൊക്കെ സാവധാനം കഴിച്ചത്. അതുകൊണ്ട് ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ട് പയ്യെ കഴിച്ചത്. ഇതിൻ്റെ ഇടയിൽ അവളുടെ പുറകിൽ കുറച്ച് നേരം ഓട്ടം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം ഭക്ഷണം കഴിച്ചു. പിന്നെ ഒരു ജ്യൂസും കൂടി കുടിച്ച് ഫുഡടി നിർത്തിയിട്ടാ. പിന്നെ അപ്പോഴേക്കും ബസ്സിന് ടൈമായി. അങ്ങനെ ബസ്സിൽ വെച്ച് കാണുന്ന നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. എൻ്റെ ഫോണിലധികം ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. നല്ല അടിപൊളി സ്ഥലമാണ്. മലയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞ് തയ്ക്കാൻ വേണ്ടി കുറേ ആയി ഒരു സാരി എടുത്ത് വെച്ചേക്കുന്നു. എനിക്ക് തയ്ക്കാൻ പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ ചില വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ തയ്ച്ച് നോക്കണം കേട്ടോ. ടോപ്പ് അടിക്കാനാണ്, ഒരു ചുരിദാറിൻ്റെ ടോപ്പ് അടിക്കാനാണ്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോള് വരുന്ന മുമ്പ് വേഗം ഒന്ന് തയ്ക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അവൾ വന്നാൽ പിന്നെ ഒന്നും നടക്കില്ല. അവളുടെ പുറകെ നിൽക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അവളുടെ ഒച്ചപ്പാടും ബഹളവും വാശിയൊക്കെ ഇരിക്കുന്ന സമയത്ത്. അപ്പം അതിനും അവൾ സ്കൂളിൽ പോണ സമയത്താണ് ഞാൻ തയ്ക്കാറ്. അല്ലെങ്കിൽ ഒന്നിനും സമ്മതിക്കില്ല. അപ്പം അതങ്ങനെ ഒരുവിധമാക്കി വെച്ച്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ ചെറിയൊരു വ്ളോഗായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ ടാറ്റ.